വടകര ജേർണലിസ്റ്റ് യൂണിയൻ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. IMA ഹാളിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകരും വിശിഷ്ടാതിഥികളും ഒരുമിച്ചു ചേർന്ന് ഓണപ്പൂക്കളവും ഒരുക്കി. മുറ്റത്തിരുക്കുമൻ ഓർമ്മയിലായിരം മുക്കുറ്റിപ്പൂക്കൾ വിടർന്നു, മുത്തുക്കൂടകൾ നിറന്നു. ഓണപ്പൂനുള്ളിപ്പൂ പൊലി പാടി. വടകര ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കിയും കലാപരിപാടികൾ നടത്തിയുമാണ് ഈ വർഷത്തെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. IMA ഹാളിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകർ കുടുംബസമേതം പങ്കാളികളായി. ആഘോഷ പരിപാടിയിൽ വടകര MLA KK രമ, കുറ്റ്യേടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, മുൻ MLA പാറക്കൽ അബ്ദുള്ള തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ഓണം സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തുന്നതായി KK രമ MLAയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. സമത്വസുന്ദരമായ ഒരു നാടിന് വേണ്ടി മാവേലി വന്നു വരുന്നു എന്നുള്ളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കള്ളവും ചതിയുമില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു സമത്വ ഭാവനയാണ് തീർച്ചയായിട്ടും ഓണത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കള്ളവും ചതിയും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു അങ്ങേയറ്റം കെട്ട കാലത്തിൽ നാം ജീവിക്കുമ്പോൾ എവിടെയാണ് സത്യവും കളവും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യമേത്, യാഥാർത്ഥ്യമേത്, കളവേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഉള്ള പ്രചരണങ്ങളും ആ തരത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാറേണ്ടിയിരിക്കുന്നു എന്നതാണ്. നമ്മളെല്ലാവരും സത്യത്തെ തിരിച്ചറിയാൻ, നീതിയുള്ള ഒരു ലോകത്തിന്, സാമൂഹ്യ സമത്വമുണ്ടാകുന്ന, മനുഷ്യത്വം പുലരുന്ന ഒരു നാട് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് നഷ്ടപ്പെടുകയാണ്, എവിടെയൊക്കെയോ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലാതെ നമുക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയണം. അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓൺലൈനൊക്കെ വന്നതിന് ഭാഗമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളായാലും കുട്ടികളായാലും ഒക്കെ അവനവനിലേക്ക്, അവൻ്റെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ എന്നതിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണേണ്ടി വരികയാണ്. ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണെന്ന് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററും അഭിപ്രായപ്പെട്ടു. ബോധപൂർവം നാം സൃഷ്ടിക്കേണ്ട ഒരു കാലഘട്ടമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ കൂടുതൽ അകന്നകന്നു പോകുന്ന, പരസ്പരം സാമുദായികമായും മതപരമായും അകന്നകന്നു പോകുന്ന സാഹചര്യത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെയും അകൽച്ച സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്കിടയിലുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം നിലപാടുകളെ ചെറുക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂട്ടായ്മകൾ വർദ്ധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇതുപോലുള്ള ചെറുതും വലുതുമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വടകരയിലെ പത്രപ്രവർത്തകന്മാർ കുറേ വർഷമായി സ്ഥിരമായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. കുറേ സമയമെങ്കിലും സ്വയം ഒന്ന് ആസ്വദിക്കാനും സ്വയം ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന, കൂട്ടായി ഇരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സന്ദർഭം. പത്രപ്രവർത്തകന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം കൂടിച്ചേരാനും പരിചയപ്പെടാനും എല്ലാമുള്ള ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭമാണ് ഇതുവഴി ഉണ്ടാക്കുന്നത് എന്നതാണ്. തീർച്ചയായും അങ്ങേറ്റം സ്വാഗതാർഹമായ നടപടിയാണ് പത്രപ്രവർത്തകന്മാരുടെ ഭാഗത്ത് നിന്ന് വടകരയിലെ ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേറ്റം സ്വാഗതാർഹമാണെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. യൂണിയൻ പ്രസിഡന്റ് VP പ്രമോദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, ഗായകൻ പ്രേംകുമാർ വടകര, ഓസ്കാർ മനോജ്, പ്രദീപ് ചോമ്പാല, P രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവും, സ്വാഭാവികമായി. ബ്രേക്കിംഗ് ന്യൂസ് വാർത്തകൾ, സംഘർഷത്തിന് പലപ്പോഴും സംഘർഷഭരിതമായ വാർത്തകൾ. പക്ഷെ നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ആ സംഘർഷത്തിനോ ആ വേർതിരിവിനോ ആ മറ്റൊന്നിനും കാരണമല്ല. നമ്മളൊന്നാണ് ഓണം കൊടുക്കുന്ന ഒരു മെസ്സേജ്. മാവേലി നാട് വാണിരുന്ന ഒരു കാലം നമ്മളത് വളരെ അഭിമാനത്തോടെ കാണുകയാണ്.
കള്ളവുമില്ല, ചതിയുമില്ല, വെള്ളോളമില്ല, പൊളിവചനം. അത് നമ്മൾ ഇന്ന് ഓർക്കുന്നത് നമ്മൾ മലയാളി അത് പൂർണ്ണമായും ആ ഒരു കാലത്തെ പൂർണ്ണമായും നെഞ്ചെടുക്കുന്നവരും അങ്ങനെ ഒരു കാലം നമുക്ക് തിരിച്ചു വരണം എന്ന് വിശ്വസിക്കുന്നവർ. അതുകൊണ്ട് നമുക്കൊന്നായി ഒരുമിച്ച് ഓണം എന്ന് പറയുന്നത് എല്ലാ ആളുകളും പരസ്പര സൗഹൃദം പുതുക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, സന്തോഷം ഉണ്ടാകാൻ. നമ്മുടെ സാധാരണ ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷമായി നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ആഘോഷമാണ് ഓണം വരുന്നു എന്ന് പറയുന്നത്. അത് നമ്മുടെ മൊത്തം സംസ്കാരമായി സമൂഹത്തിൽ നമ്മൾ ഒന്നാണ്. ജാതിമത ചിന്തകൾക്ക് സ്ഥാനമില്ല. മലയാളി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും പ്രഥമമായ ഒരു ആഘോഷം ഏതെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ആ നാട്ടിൽ പുഴയുണ്ടാർന്നോ, പുഴ നിറയെ മീനുണ്ടാർന്നോ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നോ. പണ്ടവിടെ വയലുണ്ടാർന്നോ, വയൽ നിറയെ കതിരുണ്ടാർന്നോ, കതിർ കൊത്താൻ കിളി വരുമാർന്നോ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ആശയങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ആ പണ്ടുള്ള വയലുകളും കതിരുകളും അല്ലേ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സെക്രട്ടറി സജിത് വളയം സ്വാഗതവും OK വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രസ് ക്ലബ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. I opened the door. And you find the gold. This one was nice. Please come in. Nice, please come. Please try to. 5 persons in the shop. This be fine, fire. You find the open the door. You find. Right. It's not smart. The big announcer of Saranya is got to out. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.